ഹലോ, ഇന്ന് വൃശ്ചിക 1 കേട്ടോ. ഞാനൊന്ന് അമ്പലത്തിൽ പോകാമെന്ന് വിചാരിച്ചു. നിങ്ങളാരും കമൻറ്റിലൊന്നും ചോദിക്കാൻ നിൽക്കണ്ട, ഇയാൾ മുസ്ലിം അല്ലേ, ഇയാൾ എന്തിനാ അമ്പലത്തിൽ പോണേന്നൊന്നും ചോദിക്കാൻ നിൽക്കണ്ട. എല്ലാ ദൈവങ്ങളും ഒന്നല്ലേ, മനുഷ്യനല്ലേ ജാതിയൊക്കെ ഉണ്ടാക്കുന്നത്. ഞാൻ അങ്ങനെ വിശ്വസിക്കുന്ന ഒരാളാണ് കേട്ടോ. ഞാൻ ക്രിസ്ത്യൻ പള്ളിയിലും പോവും, മുസ്ലിം പള്ളിയിലും പോവും, അമ്പലത്തിൽ പോവും. അതൊക്കെ പോട്ടെ, ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞു എന്നേ ഉള്ളൂ കേട്ടോ. ഞാനിന്ന് വന്നിരിക്കുന്നത് വേങ്കമലയിലാണ്. ഞാൻ ഇതും കൂടെ കൂട്ടിയതിപ്പോൾ 2ാമത്തെ പ്രാവശ്യമാണ് ഈ അമ്പലത്തിൽ വരണത്. എനിക്കെന്തോ ഈ അമ്പലത്തിനോടൊരു പ്രത്യേക ഒരു ഇത് തോന്നി. അങ്ങനെ ഞാൻ അമ്പലത്തിൽ ഇന്നും വന്നു. ഞാനിവിടെ ആദ്യമായിട്ട് വന്നപ്പോഴത്തേക്കും ഭയങ്കര തിരക്കായിരുന്നു ഇവിടെ. അപ്പം ഞാൻ ഇന്നും 1-ാം തീയതിയായിട്ട് നല്ല തിരക്കുണ്ടാവുമെന്നൊക്കെ വിചാരിച്ചിട്ടാണ് വന്നത്. പക്ഷേ ഇവിടെ തിരക്കൊന്നുമില്ല. അവിടെ ചൊവ്വയും ശനി വെള്ളി അങ്ങനെയുള്ള ദിവസങ്ങളിലാണ് പ്രത്യേകതയുള്ള ദിവസം. അന്നൊക്കെയാണ് തിരക്കുള്ളതെന്നാണ് അവിടെ ചോദിച്ചപ്പോൾ പറഞ്ഞത്. പിന്നെ അമ്പലത്തിലൊക്കെ കയറി വഴിപാടൊക്കെ കഴിപ്പിച്ചു അവിടെ നിന്ന് ഇറങ്ങി ജോലിക്ക് പോകണം കേട്ടോ. ഒന്ന് കൊല്ലത്താണ് ജോലിക്ക് പോവേണ്ടത്. ഞാൻ ദാ വീട്ടിൽ വന്നു. തീരദേശം വഴിയാണ് ജോലിക്ക് പോയത് കേട്ടോ. ഇന്ന് 2 പേർക്ക് മരുന്ന് കൊടുക്കണം. അവർക്ക് മെഡിസിൻ കൊടുത്തിട്ട് കൊല്ലത്ത് സിറ്റിയിലൊന്ന് പോകണം. എനിക്കൊരു പഴയൊരു ഫോണുണ്ട് കേട്ടോ എൻ്റെ കയ്യിൽ. അപ്പോൾ അതൊന്ന് ഡിസ്പ്ലേ പോയായിരുന്നു. മോനെടുത്ത് തറയിലിട്ട് അതിൻ്റെ ഡിസ്പ്ലേ മൊത്തം പോയി. അപ്പോൾ അതൊന്ന് ചോദിക്കണം. വർക്കല തിരക്കിയപ്പോഴത്തേക്ക് 4,500 രൂപയൊക്കെയാണ് പറയുന്നത്. അങ്ങനെ നമ്മൾ ഇവിടെ ഒരു കടയിൽ ചോദിച്ചപ്പോൾ ഒരു 2,500 രൂപയ്ക്ക് ചെയ്തു തരാമെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മളത് കൊടുത്തു, സെറ്റ് ചെയ്ത് തന്നു. എൻ്റെ സ്പീക്കർ കണ്ടോ, എനിക്കിത് ഒരെണ്ണം മേടിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമാണ്. പക്ഷേ നമ്മളെ വീട്ടിൽ വെക്കാൻ സ്ഥലമില്ല. അതുകൊണ്ട് ഇപ്പോൾ മേടിക്കണം എന്ന് വിചാരിച്ചു. എപ്പോഴെങ്കിലും ഒരു പുതിയ വീട് വെക്കുമ്പോൾ അവിടത്തേക്ക് മേടിക്കാം നമുക്ക്. മൊബൈൽ ഇതാ സെറ്റായി കിട്ടി. അപ്പോഴത്തേക്ക് ഒത്തിരി താമസിച്ചു കേട്ടോ. യാസീനെ ഒന്ന് ഫുട്ബോളിന് പോകണ്ട, അവനെ വിളിക്കാൻ പോകണം. എനിക്ക് ഭയങ്കര മഴ. അങ്ങനെ റെയിൻ കോട്ട് മേടിക്കാനായിട്ടൊരു കടയിൽ കയറി. കുറേ നാളെ കൂടി ഞാൻ ഇന്ന് പിരിയം ത്രെഡ് ചെയ്തു കേട്ടോ. അപ്പം ശരി, മഴയത്ത് ഞാൻ നനഞ്ഞ് കുളിച്ചു. അപ്പം ടാറ്റാ.